വർക്ക് ആന ചേന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരാഴ്ച കണക്ക് കൂട്ടി ഉറഞ്ഞുതുള്ളുന്ന കെ.സി. വേണുഗോപാലിനെയാണ് നമുക്ക് കാണാനായത്. കൃത്യം പാർലമെന്റിൽ മോദി ഭരണകൂടത്തിനെതിരെ ഈ സമ്മേളന കാലത്ത് കെ.സി. വേണുഗോപാൽ ആഞ്ഞടിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ നിന്നും വിമാനം കയറി കെ.സി. കേരളത്തിലേക്ക് പറന്നിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ അടിവേരിളക്കാൻ തന്നെയാണ്. അക്കാര്യത്തിൽ നോ സംശയം, നോ തർക്കം. ഇന്നിപ്പോൾ കിച്ചൺ സമരമടക്കമുള്ള കാര്യങ്ങളെ PR വർക്കിന്റെ ഗാനത്തിൽപ്പെടുത്തി പുച്ഛിച്ചും പരിഹസിച്ചും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ പരിഹസിക്കുന്നുണ്ടെങ്കിൽ പോലും അടുക്കള സമരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വിലക്കയറ്റത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിടാൻ കെ.സിക്കായി എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതായത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവാനും കണ്ണോടിക്കുവാനും കെ.സി. വേണുഗോപാലിനായി എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകത്തിനിടെ 2016 അധികാരത്തിൽ വന്ന കപ്പിത്താനും ടീമും 2021 പറഞ്ഞത് ഉറപ്പാണ് LDF എന്നാണ്. എന്തുറപ്പാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ തകർന്ന് തരിപ്പണമാകുന്ന റോഡുകൾ മാത്രമാണ് ഉറപ്പിന് ഉദാഹരണമായിട്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പെൻഷൻ പണത്തിന്റെ PR നാടകം പാലക്കാട് കാഴ്ചവെച്ചത്. ഓർക്കണം, മണിക്കൂറുകൾക്കുള്ളിൽ അത് പൊളിഞ്ഞടങ്ങുകയും ചെയ്തിരുന്നു. അല്ലാതെ സൊമാറ്റോക്കാരന്റെ സ്കൂട്ടറിന്റെ പുറകിൽ കയറി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അടുക്കളയിൽ കയറി കപ്പ കഴിച്ചതുമൊന്നുമല്ല യഥാർത്ഥ PR വർക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസം കെ.സി. നടത്തിയ ഒരു പ്രയോഗമാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാകുന്നതും. മൂർച്ചയുള്ള വാക്കുപയോഗിച്ച് തന്നെയാണ് കെ.സി. പിണറായിയെ വാഴ്ത്തിപ്പാടി ആ പഴയ കോൺഗ്രസുകാരനായ മണിശങ്കർ അയ്യരെ പൂട്ടിക്കെട്ടിയത്. കെ.സി. വേണുഗോപാലിനെ അഭിനവ് പട്ടേലാക്കാൻ നോക്കുന്നവരുടെ തല പരിശോധിക്കണമെന്ന മണിശങ്കർ അയ്യരുടെ വാക്കുകളോട് യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധിയുടെ ഗുണ്ട എന്നാണോ കരുതുന്നതെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ എന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം എത്തിയത്. അതായത് വെട്ടേണ്ട ഓരോരുത്തരെയും കണക്കിന് കൊടുത്ത് വെട്ടിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് കെ.സി. വേണുഗോപാൽ. ഇവിടെ ഹൈക്കമാൻഡിന്റെ പവർ എന്താണെന്ന് പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകൾക്ക് കെ.സി. യാതൊരു മടിയും കൂടാതെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി നിന്നുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരുത്താനാണ് എങ്കിൽ അത് നടക്കില്ല. അത്തരം മാധ്യമ സ്ഥാനാർത്ഥികളോട് കെ.സി. പറഞ്ഞത് കടക്ക് പുറത്ത് എന്നാണ്. ഇനി അവിടെ നിർത്തുന്നില്ല. ഇനി എങ്ങാനും സ്ഥാനാർത്ഥിയായി തോറ്റാൽ പിന്നീട് പരിഗണിക്കില്ല എന്നും കെ.സി. വേണുഗോപാൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയായിരുന്നു. പരാജയപ്പെടുന്നവരെ കോർപ്പറേഷനിൽ പോലും പരിഗണിക്കില്ല എന്ന് കെ.സി. മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിന് പിടിവലി ശക്തമായ സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാലിന്റെ ഈ മുന്നറിയിപ്പ്. CPM-ൽ ഒരു കപ്പിത്താൻ മാത്രമേ ഉള്ളൂ. നേതാക്കളുടെ എണ്ണത്തിൽ കോൺഗ്രസിനെ അപേക്ഷിച്ച് വിരലിൽ എണ്ണാവുന്ന ആളുകളെ CPM എന്ന പാർട്ടിക്കുള്ളൂ. അതുകൊണ്ടാണ് 2 തവണ മത്സരിച്ചവരാണ് എങ്കിലും ശരി വീണ്ടും മത്സരിക്കട്ടെ എന്ന CPM എന്ന മഹാപ്രസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടായത്. പിണറായി വിജയനെ വരെ തോൽപ്പിക്കാൻ കരുത്തുള്ളവർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് എന്ന് ഈ കൂട്ടർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും അവർക്ക് കപ്പിത്താന ഉയർത്തിക്കാണിക്കാൻ ആകെയുള്ളത് പിണറായി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് AICCയുടെ കടുത്ത നിലപാട് കെ.സി. വേണുഗോപാൽ അറിയിക്കുന്നത്. സ്ഥാനാർത്ഥി മോഹം മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയും പാർട്ടി പ്രവർത്തനമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി കെ.സി. നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും അതിശക്തമായ ഇടപെടലാണ് കെ.സി. വേണുഗോപാൽ നടത്താറുള്ളത്. ഡൽഹിയിൽ നിന്നും നൂലിൽ കെട്ടിയിറക്കിയ നേതാവ് എന്നതിനപ്പുറത്ത് സജീവ സാന്നിധ്യമായി കെ.സി. വേണുഗോപാൽ മാറുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്.